മലയാള നാടകങ്ങൾ, ചലച്ചിത്രങ്ങൾ എന്നിവയിലൂടെ ശ്രദ്ധേയായ അഭിനേത്രിയാണ് പൗളി വത്സൻ. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ സ്വദേശിനിയായ നടി അടുത്തിടെയായി കൂടുതലും അമ്മ വേഷങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. 37 വർഷത്തോളം നാടകരംഗത്ത് പ്രവർത്തിച്ച ശേഷമാണ് പൗളി സിനിമയിലേക്ക് എത്തുന്നതും ശോഭിക്കുന്നതും. 1975 സബർമതി എന്ന നാടകത്തിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് 2008 മമ്മൂട്ടി നായകനായ അണ്ണൻ തമ്പി എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഈ മയ്യോ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും പൗളി വത്സന് ലഭിച്ചിരുന്നു. സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം ലൊക്കേഷനുകളിൽ ഏർപ്പെടുത്താറില്ലെന്നുള്ളത്. മാത്രമല്ല, മുൻനിര താരങ്ങളിൽ പലരും ക്യാരവാൻ ഉപയോഗിക്കാൻ അനുവദിക്കാറില്ലെന്നും പരാതിയിൽ പലരും ഉന്നയിക്കാറുണ്ട്. എന്നാൽ തനിക്ക് അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നും ആവശ്യമുള്ളപ്പോൾ ചോദിച്ചിട്ട് താൻ ക്യാരവാൻ സൗകര്യം ഉപയോഗിക്കാറുണ്ടെന്നും പൗളി പറയുന്നു. ആദം ജോൺ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴുള്ള ഒരു അനുഭവം ഒരു പ്രശസ്ത മാധ്യമ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെച്ച് പൗളി പങ്കുവച്ചിരുന്നു. ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് ആണെന്നത് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് പണി അറിയാമെന്ന ധൈര്യവുമുണ്ട്. പിന്നെ അധികവും ഞാനൊരു ആർഭാടമില്ലാത്തയാളാണ്. ഞാൻ അവാർഡ് കിട്ടിയ വ്യക്തിയാണ്, അതുകൊണ്ട് ക്യാരവൻ വേണം എന്നൊന്നും ഞാൻ എങ്ങും പറയാറില്ല. പക്ഷെ ക്യാരവൻ മാത്രമുള്ളിടത്ത് അത് ഉപയോഗിക്കുന്ന താരങ്ങൾ പിണങ്ങുമെന്ന് കരുതി ഞാൻ ഉപയോഗിക്കാതെ മാറി നിൽക്കാറുമില്ല. ഞാൻ അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ തന്നെ കയറി ചെല്ലും. ഒരു ദിവസം ഭാവനയൊക്കെ ഉപയോഗിക്കുന്ന ക്യാരവൻ ഞാൻ ഉപയോഗിച്ചിട്ടുമുണ്ട്. ആദം ജോൺ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഒറ്റ ഡയലോഗ് മാത്രമേ പക്ഷെ എനിക്കുള്ളൂ. പട്ടുമലയിലായിരുന്നു ഷൂട്ട്. അവിടെ ഒരു പള്ളിയുണ്ട്. വമ്പൻ കല്യാണമാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പള്ളിയും പരിസരവും ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടങ്ങ് നിറഞ്ഞിരുന്നു. എനിക്കിപ്പം യൂറിൻ പാസ് ചെയ്യണം. എന്ത് ചെയ്യുമെന്ന് പോലും ഞാൻ ആലോചിച്ചു നിന്നു. ആരും കൂടെയില്ല താനും. അപ്പോഴാണ് ഒരു ക്യാരവാൻ കിടക്കുന്നത് കണ്ടത്. ഞാൻ അവിടേക്ക് ചെന്ന് ഡോറിൽ മുട്ടി. 2 മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഭാവനയും ആ ക്യാരവാനിലുണ്ടായിരുന്നു. എന്താ ചേച്ചിയെന്ന് ഭാവന ചോദിച്ചു. ഞാൻ പറഞ്ഞു യൂറിൻ പാസ് ചെയ്യണമെന്ന്. അപ്പോൾ ഭാവന യാതൊരു മടിയും കൂടാതെ സമ്മതിക്കുകയായിരുന്നു. എന്നോടാരും ക്യാരവാൻ ഉപയോഗിച്ചതിന് പിണങ്ങിയില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതുപോലെ ആവശ്യപ്പെടാം. വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ആരും കൈപിടിച്ച് മാറ്റുകയുമില്ല. എന്നാൽ താൻ വന്നതും പോയതും ഒന്നും തന്നെ ഭാവന ശ്രദ്ധിച്ചത് പോലുമില്ല. തിരികെ വരും മുമ്പ് ഭാവനയോട് കുറച്ചു സമയം സംസാരിക്കുകയും ചെയ്തു. അതുപോലെ അടുത്തിടെ ഊട്ടിയിൽ ഒരു ഷൂട്ടിങ്ങിന് പോയി. എല്ലാവരും ക്യാരവാനാണ് ഉപയോഗിച്ചത്. വേറെ വഴിയില്ല, കാരണം ഷൂട്ട് കുന്നിന്റെ മുകളിലാണ്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യം വരുമ്പോൾ കുറച്ച് നിയന്ത്രണമൊക്കെ വെക്കണം. കാരണം നമ്മൾ വിചാരിക്കുന്ന ആളുകളല്ല ജൂനിയർ ആർട്ടിസ്റ്റുകളായി വരുന്നവരിൽ പലരും. അവർക്ക് ഇത്തരം സൗകര്യങ്ങൾ കൊടുത്താൽ അവർ അത് പല രീതിയിൽ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ നിയന്ത്രണം വെക്കേണ്ടി വരും. അതുകൊണ്ട് സിനിമക്കാരെ കുറ്റം പറയാനും നമുക്ക് സാധിക്കുകയില്ല. യുവനടിമാരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഷൂട്ടിംഗ് സെറ്റിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിൽ ഒന്നായി പറയാറുള്ളതും ടോയ്ലറ്റ് സൗകര്യം തന്നെയാണ്. ക്യാരവാൻ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുമ്പോൾ പല മുൻനിര നടിമാരും അതിന് സഹകരിക്കാറില്ലെന്നും മുമ്പ് നടി സ്വാസികയും വെളിപ്പെടുത്തിയിരുന്നു. മുൻനിര നടിമാരിൽ നിന്നാണ് ഇത്തരം പെരുമാറ്റങ്ങൾ കണ്ടിട്ടുള്ളതെന്നും തുടക്കക്കാരായ നടിമാരിൽ പലരും വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.